സിനിമാ നടൻ വി.കെ. ശ്രീരാമൻ പുലികളിയെക്കുറിച്ചൊരു കമന്റ് പറഞ്ഞിരുന്നു. ഫേസ്ബുക്കിൽ എന്തോ അദ്ദേഹം എഴുതിയിരുന്നു. പുലി കളിക്കുന്ന ആളുകളുടെ വയറ് കാണുമ്പോൾ ഓക്കാനം വരും, അത് ഭയങ്കര വൃത്തികേടാണ്, ബോറാണ് എന്നുള്ള രീതിയിലൊക്കെ. ഒറ്റ നോട്ടത്തിൽ അതൊരു ബോഡി ഷേമിംഗ് ആയിട്ട് തോന്നുമെങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരാളെ മുദ്ര കുത്തി കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അയാൾ എന്തുകൊണ്ടത് പറഞ്ഞു, എന്തായിരുന്നു അങ്ങനെ പറയുവാൻ അദ്ദേഹത്തിനുണ്ടായ ചേതോവികാരം, അതുകൂടി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ. ഏറ്റവും വലിയ വയറുള്ള ആളാണോ നല്ല പുലി? അല്ലെങ്കിൽ അതിൽ ചിത്രങ്ങൾ എഴുതുവാനും വരയ്ക്കുവാനും ഒക്കെ എളുപ്പം വലിയ വയറുള്ള ആളുകളിലാണോ? ആയിരിക്കാം. പക്ഷേ അതാണോ മാനദണ്ഡം? അതാണ് മാനദണ്ഡമെങ്കിൽ, അതിനാണ് പേയ്മെന്റ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ, അത് പുലി കളിക്കാൻ വരുന്ന ആളുകളോട് ചെയ്യുന്ന അനീതി തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു മാധ്യമ പ്രവർത്തക ഏതോ ഒരു പുലി കളിക്കുന്ന ഒരാളോട്, നല്ല വയറുള്ള ആളോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഈ വയറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, പുലികളിക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങും. അപ്പോൾ ഇത് ഇഷ്ടത്തോടെയാണോ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ, ഇതാണ് എന്റെ ജോലി, ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പുലികളിക്ക് ഇത്രയും വലിയ വയറ് വേണം എന്നുള്ള രീതി മാറ്റി നല്ല നൃത്തം, നല്ല ചുവടുകൾ, നല്ല മെയ്വഴക്കം, ഇതൊക്കെയാണെങ്കിൽ കളിക്കാൻ വരുന്നവരുടെ ആരോഗ്യവും മെച്ചപ്പെടും. അതുപോലെ തന്നെ കാണുന്നവർക്കും അതൊരു ആസ്വാദ്യകരമായിരിക്കും. ഈ പാരമ്പര്യമായി കിട്ടിയ വണ്ണം, അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയുന്നില്ല, അങ്ങനെയുള്ള ആളുകളും പുലി കളിക്കാൻ വരുന്നുണ്ട്. എന്നാൽ വണ്ണമില്ലാതെ പുലികളിക്ക് വേണ്ടി ഈ വയറ് വയ്ക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് അങ്ങനെ ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ അത്തരക്കാരോട് നമ്മൾ ചെയ്യുന്നൊരു ക്രൂരതയല്ലേ അത്? അതേസമയം വണ്ണമുള്ള ആളുകൾ, പുലി കളിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, ആ ഒരു ജോലി ചെയ്യണം, ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകളും ഉണ്ടാവും. അവർക്ക് വണ്ണമില്ല, അവരും കളിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? അതിന് പകരം അവരെ നിരുത്സാഹപ്പെടുത്തി ഈ വണ്ണമുള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്യുകയും മറ്റുള്ളവരെ തരം താഴ്ത്തുകയും അവർ നല്ല പുലികളല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവരും വണ്ണം വെക്കുവാനായിട്ട്, വയറ് വെപ്പിക്കുവാനായിട്ട് നോക്കും. രണ്ടു കൂട്ടരും ഒരുമിച്ച് ഒരുപോലെ കണ്ടാൽ പുലികളി ആസ്വാദികരമായിരിക്കും. നല്ല ചുവടുകൾ, നല്ല മെയ്വഴക്കം, നല്ല നൃത്തം, ഇതായിരിക്കണം ആ ഒരു കഴിവിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഏത് ശരീരമുള്ള ആളാണെങ്കിലും അയാളുടെ ആ ഒരു ചലനങ്ങൾ, അയാളുടെ ആ ഒരു ഭാവങ്ങൾ, അയാളുടെ ആ രീതികൾ, ഇതൊക്കെ കാണികളിൽ ആസ്വാദികരമായിരിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഒരാളുടെ തൊഴിലാണ് പുലികളി എന്ന് പറയുന്നത്. ആ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ വയറ് വയ്ക്കുന്നതെങ്കിൽ, വയറ് വയ്ക്കുവാൻ വേണ്ടി ആഹാരം കഴിക്കുന്നതെങ്കിൽ ആ പ്രവണത അവസാനിപ്പിക്കണം. ആ പ്രവണതയ്ക്ക് തുടക്കം ഇട്ട് കൊടുക്കുന്നത് നമ്മളാണ്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ഒരു പ്രോത്സാഹനമല്ല നമ്മൾ സമൂഹം കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ, ഈ ഒരു കളിയിൽ വണ്ണമുള്ളവരെ വണ്ണമില്ലാത്തവരെ ഒരേ രീതിയിൽ നമ്മൾ കാണണം, ആസ്വദിക്കണം. വി.കെ. ശ്രീരാമൻ പറഞ്ഞ കാര്യം നേരായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നേരായ ചിന്തയിൽ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അയാൾ മാപ്പ് പറയേണ്ട കാര്യമൊന്നും ഈ വിഷയത്തിലില്ല.